സുപ്രഭാതം. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് പ്രകാരം ഞാൻ സുപ്രഭാതം എന്ന് തന്നെ പറഞ്ഞു തുടങ്ങുന്നു. ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിലും താല്പര്യക്കുറവൊന്നുമില്ല. എങ്കിലും മലയാളം പ്രഭാഷണമായതിനാൽ എല്ലാം മലയാളത്തിൽ പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു. പലപ്പോഴും മലയാളത്തിനിടയിൽ ഇംഗ്ലീഷ് കടന്നുവരുന്ന ഒരു ദുസ്വഭാവം എല്ലാവർക്കുമുണ്ട്, എനിക്കുമുണ്ട്. അത് അഭിമാനത്തിൻ്റെതായി നാം കണക്കാക്കരുത്, അപമാനത്തിൻ്റെതായി കണക്കാക്കുകയും വേണം. നാം ചിലരുടെ മുന്നിൽ അസ്വതന്ത്രരായിരുന്നു, അല്ലെങ്കിൽ അടിമകളായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. 1947 വരെ നമ്മളെ ഭരിച്ചിരുന്നത് നമ്മളുടെ മുതലാളിയെപ്പോലെ നമ്മളെ കൈയാളിയിരുന്നത് നമ്മുടെ നാട്ടുകാരനല്ല എന്നതിനേക്കാളുപരി വിദേശത്തു നിന്നുള്ളവരായിരുന്നു. ആ ഇംഗ്ലീഷ് അവർ എന്തോ മഹോന്നതരാണ് എന്ന നിലയിൽ സംസാരിക്കരുത്. പക്ഷെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം, ഇംഗ്ലീഷ് എഴുതാം, ഇംഗ്ലീഷ് വായിക്കാം. എന്തിനു വേണ്ടി? ഒരുപാട് പവിഴ മുത്തുകൾ ഇംഗ്ലീഷ് ഭാഷയിലുണ്ട് എന്നുള്ളത് കൊണ്ട്. ലോകത്തിൽ മുഴുവൻ തന്നെ കൂടുതൽ പേരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, ആശയവിനിമയം നടത്തുന്ന ഒരു ഭാഷ കൂടിയാണ് ഇംഗ്ലീഷ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ചൈനയിൽ നിന്നുള്ളൊരു ഭാഷയാണെന്ന് എനിക്കറിയാം. എങ്കിലും ആ ഭാഷ സാഹിത്യത്തിലോ അല്ലെങ്കിൽ കലയിലോ ഇംഗ്ലീഷിന്റെ അത്രയും മേന്മ അവകാശപ്പെടാനില്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാം, സംസാരിക്കാം. എന്തിനു വേണ്ടി? ആ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുപാട് നല്ല സാഹിത്യമുണ്ടെന്നും കൂടുതൽ പേർ ലോകത്തിൽ ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണെന്ന് നമുക്ക് കരുതി. ഇതിന്റെ TBT ആണ്. ഇംഗ്ലീഷിനെ കുറിച്ചോ ആശയവിനിമയത്തെക്കുറിച്ചോ പറഞ്ഞാൽ സമയം ആവലിക്ക് പോകും. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പ്രകാരം മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാതെ PPE കുറിച്ച് തന്നെ പറയാം. PPE അതും ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അതിന് സമാനമായി മലയാളത്തിൽ പറയാൻ ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് ആ വാക്ക് അതേപടി തന്നെ പറയുന്നത്. ഒരു ഫുൾ ഫോമിന്റെ പൂർണ്ണരൂപത്തിന്റെ ഹ്രസ്വരൂപമാണ് PPE. അതിലെ ഓരോ പിയും എന്താണ്? ഒരു പിക്ക് ശേഷമുള്ള മറ്റേ പി എന്താണ്? രണ്ടാമത്തെ പിക്ക് ശേഷമുള്ള ഇ എന്താണ്? PPE. അതിന്റെ ഫുൾ ഫോം, പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നിങ്ങൾക്കറിയാവുന്നതാണ്. വ്യത്യസ്ത കമ്പനികളിലും വ്യത്യസ്ത ജോലികളുമായി ബന്ധപ്പെട്ടും PPEകൾക്ക് ചെറിയ വ്യത്യാസമുണ്ടായിരിക്കും. നമ്മൾ ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ട PPEകളാണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ പ്രകാരം കമ്പനിയുടെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്തമായ പ്രൊഡക്ഷനുകളാണ് ഓരോ കമ്പനികൾക്കും. അതനുസരിച്ച് PPEകളും വ്യത്യസ്തമായിരിക്കും. എങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 4 PPEകളുണ്ട്. അത് മാൻഡേറ്ററി PPE കൂടിയാണ്. അത് ഒട്ടുമിക്കവാറും കമ്പനികൾക്ക് അതില്ലാതെ പറ്റുകയുമില്ല. ആ PPE നമ്മുടെ ഫാബ്രിക്കേഷൻ ഫീൽഡിലും ആവശ്യമുണ്ട്. അവയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ആ 4 എണ്ണം: 1 തലയിൽ വയ്ക്കുന്ന സേഫ്റ്റി ഹെൽമെറ്റ് ആണ്. 2 കണ്ണിൽ വയ്ക്കുന്ന ഗോഗിൾസ് ആണ്. 3 വസ്ത്രത്തിന് സമാനമായുള്ള കവറോൾ ആണ്. 4 കാലിൽ ധരിക്കുന്ന സേഫ്റ്റി ഷൂ ആണ്. 4 വളരെ പരമപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ
അവയെ മണ്ടേറ്ററി PPE എന്നാണ് പറയുന്നത്. ഒഴിച്ചുകൂടാനാവാത്ത PPE. മറ്റുള്ള PPEകളെ ഓക്സിലറി PPE അല്ലെങ്കിൽ അഡീഷണൽ PPE എന്നാണ് പറയുന്നത്. അത് ആവശ്യമുള്ളപ്പോൾ മാത്രം ഉപയോഗിച്ചാൽ മതി. നമുക്ക് സേഫ്റ്റി ഹെൽമെറ്റിനെ കുറിച്ചും ചിന്തിക്കാം. സേഫ്റ്റി ഹെൽമെറ്റ് ഇല്ലാതെ ഫാബ്രിക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് തെറ്റാണ്. എല്ലാ PPEകളും ഉപയോഗിക്കുകയും വേണം, സുരക്ഷയോടുകൂടി ജോലികൾ ചെയ്യുകയും വേണം. ഇല്ല എങ്കിൽ ആ ചെയ്യുന്ന ജോലി നിർത്തിവെപ്പിക്കാൻ നമുക്ക് അധികാരമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കമ്പനി ഞാനിപ്പോൾ ഓർത്തു പോകുന്നു. കേരളത്തിൽ, ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും എത്ര സുരക്ഷയില്ലെങ്കിലും പ്രൊഡക്ഷൻ, ഉൽപാദനം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുറച്ച് ഉടമസ്ഥരുണ്ട്. അത് ഒരിക്കലും നല്ലതിനല്ല. അതിലൂടെ കിട്ടുന്ന പ്രൊഡക്ഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രൊഡക്ഷനുമാവുന്നില്ല. സേഫ്റ്റിയിലൂടെ ചെയ്യുന്ന, സുരക്ഷയിലൂടെ ചെയ്യുന്ന പ്രൊഡക്ഷനാണ് തീർത്തും ഗുണമേന്മയുള്ളത്. സേഫ്റ്റി ഹെൽമെറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ തന്നെ എടുക്കുക. സേഫ്റ്റി ഹെൽമെറ്റിന്റെ ഉള്ളിൽ ബെൽറ്റ് പോലുള്ള, റിബൺ പോലുള്ള ചില വസ്തുക്കൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ വസ്തുക്കളൊക്കെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ നമ്മളുടെ തലയ്ക്ക് ക്ഷതം സംഭവിക്കുകയില്ല. അതുകൊണ്ട് അത് പരമപ്രധാനമാണ്. സേഫ്റ്റി ഹെൽമെറ്റ് ഉപയോഗിക്കണം. പിന്നെ മറ്റൊന്ന്, ചില പ്രയാസമുള്ള സ്ഥലങ്ങളിലൂടെ തലകുമ്പിട്ടൊക്കെ പോകുമ്പോൾ തല എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചുകൊണ്ട് തലയ്ക്ക് പരിക്കേൽക്കാറുണ്ടോ? ആ പരിക്കേൽക്കലും ഒഴിവാക്കാനാവും സേഫ്റ്റി ഹെൽമെറ്റ് തലയിലുള്ളപ്പോൾ. സേഫ്റ്റി ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് കാറ്റത്ത് നടക്കുകയോ അല്ലെങ്കിൽ പല നിലകളുള്ള ബിൽഡിങ്ങിന്റെ മുകളിലൂടെ നടക്കുകയോ ചെയ്യുമ്പോൾ അത് പറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5-6 നിലയുടെ മുകളിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പറന്നു പോയാൽ ഒരുപക്ഷെ അത് കിട്ടണമെന്ന് തന്നെയില്ല. കടൽ തീരത്താണ് ഈ പറഞ്ഞ ബിൽഡിങ്ങുകളെങ്കിൽ ഒരിക്കലും കിട്ടണമെന്നുമില്ല. അപ്പോ അതിനാണ് ഓരോ ഹെൽമെറ്റിന്റെയും കൂടെ ചിൻ സ്ട്രാപ്പ് എന്ന വസ്തുവുള്ളത്. നമ്മുടെ കഴുത്തിലേക്ക് അതിന്റെ ഹെൽമെറ്റ് എവിടെ വെച്ചിരിക്കുന്നോ ആ ഹെൽമെറ്റിന്റെ 2 ഭാഗത്ത് ഒരു ചെറിയ തുളയുണ്ട്. ആ തുളയിൽ നിന്ന് ഒരു ബെൽറ്റ് പോലുള്ളൊരു വസ്തുവുണ്ട്. അതിനാവശ്യത്തിന് ടൈറ്റ് കൊടുക്കാം. അത് നമ്മളുടെ കീഴ്ത്താടിയുമായി ബന്ധിപ്പിക്കുക. അപ്പോൾ ഒരിക്കലും പറന്നും പോവുകയില്ല. അപ്പോൾ സുരക്ഷ ഡബിളായി മാറുന്നു. എപ്പോഴും സുരക്ഷ ഡബിൾ ആകുന്ന രീതിയിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. അടുത്ത PPE TBTയിൽ വർക്ക് പ്രൊഡക്ഷൻ, സുരക്ഷ ഡബിൾ ആക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. PPEയെ കുറിച്ച് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. ഹെൽമെറ്റിനെ കുറിച്ച് പോലും മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. എങ്കിലും അടുത്ത TBTയിലും PPEയെ കുറിച്ചുള്ളത് പറയേണ്ടതുള്ളതിനാൽ ഡബിളാക്കാം എന്ന പറഞ്ഞ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ നിർത്തുകയാണ്. സുരക്ഷ ഡബിളാക്കുന്നത് എങ്ങനെ? ഞാൻ ഒരിക്കൽ ഒരു കമ്പനിയിൽ ജോലിക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ പണിക്കാരെല്ലാം 7-8 അതിലും മുകളിൽ നിലകളുള്ള ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്നത് കണ്ടു. അവർക്കാർക്കും ഹെൽമെറ്റ് ഇല്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഹെൽമെറ്റ് വാങ്ങിക്കാൻ ആവശ്യപ്പെട്ടു. ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഹെൽമെറ്റ് വയ്ക്കുന്നതിന് മുമ്പ് അവരുടെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. 7-8 നിലകളുള്ള പണി പരിപൂർണമായും പൂർത്തിയായിട്ടില്ലാത്ത കെട്ടിടത്തിന്റെ മുകളിലുള്ള ബീമുകളിലൂടെ, വേണമെങ്കിൽ 1 അടി മാത്രം പോലും ഇല്ലാത്ത ബീമുകളിലൂടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ
അവർ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. ഒരടിയെങ്ങാനും തെറ്റിപ്പോയാൽ നേരെ താഴെ നിന്ന് കിടക്കും, കഷണങ്ങളായി ചിതറും, തല പൊട്ടും, ജീവനുണ്ടാകില്ല. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് പേടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവർക്ക് വേണ്ടി അത്യാവശ്യമായി ഹെൽമെറ്റ് വാങ്ങിപ്പിച്ചത്. അവരങ്ങനെ ഹെൽമെറ്റ് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഹെൽമെറ്റ് വെച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയ ഒരു വ്യക്തി, ഞാൻ ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല, ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഹെൽമെറ്റ് വെച്ച് ജോലി ചെയ്യാൻ തുടങ്ങി, ഹെൽമെറ്റ് അത് മണ്ടേറ്ററി ആക്കിയപ്പോൾ ഹെൽമെറ്റ് വയ്ക്കാൻ തുടങ്ങി. അയാൾ എന്നോട് ഹെൽമെറ്റ് വെച്ചതിന് ശേഷം ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ന് ഞാൻ വീഴും, ഇന്ന് ഞാൻ വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അയാൾ ഉത്തരം പറഞ്ഞത്: ഇന്നലെ വരെ എനിക്ക് ഹെൽമെറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്റെ പൂർണ്ണ ശ്രദ്ധ ഞാൻ നടക്കുന്ന കാൽപാദത്തിലോട്ടായിരുന്നു. ഒരടി തെറ്റിയാൽ ഞാൻ 7 8 അല്ലെങ്കിൽ അതിനു മുകളിലോ നിലകളുള്ള കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീഴും. അതുകൊണ്ട് എന്റെ പരിപൂർണ ശ്രദ്ധ ഹെൽമെറ്റിലായിരുന്നു, പരിപൂർണ ശ്രദ്ധ എന്റെ കാൽപാദങ്ങളിലായിരുന്നു. ഞാനിവിടെ ഒരു കാര്യം ചെറിയൊരു തെറ്റോടുകൂടി പറഞ്ഞു. അതായത് ഹെൽമെറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നുള്ളത് ഒരു കാര്യം. വേറൊരു കാര്യം കൂടി ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്നു, സേഫ്റ്റി ഹാർനസ്. യഥാർത്ഥത്തിൽ ഞാൻ സേഫ്റ്റി ഹെൽമെറ്റ് എന്ന് പറയുന്നതിനേക്കാളും ഒരു സേഫ്റ്റി ഹാർനസ്, സേഫ്റ്റി ബെൽറ്റ് എന്നതായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അവർക്ക് വാങ്ങിച്ചു കൊടുത്തത് സേഫ്റ്റി ഹാർനസ് ആയിരുന്നു, സേഫ്റ്റി ബെൽറ്റ് ആയിരുന്നു. ഈ സേഫ്റ്റി ബെൽറ്റ് ഇല്ലാതെ ബീമുകളിൽ നിന്ന് മറ്റേ ബീമിലേക്ക്, അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് വെറും ഒരടി മാത്രമുള്ള, അല്ലെങ്കിൽ ഒരടി പോലും ഇല്ലാത്ത ബീമുകളിലൂടെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ സേഫ്റ്റി ഹാർനസ് അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ സേഫ്റ്റി ബെൽറ്റ് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം അത് ധരിച്ച് നടക്കാൻ ഈ വ്യക്തി തുടങ്ങി. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഞാൻ വീഴും. കാരണം പറയുന്നത് എന്താണ്? എനിക്ക് സേഫ്റ്റി ബെൽറ്റ് ഇല്ലാഞ്ഞപ്പോൾ ഞാൻ ഏകാഗ്രതയോടുകൂടി ഓരോ സ്റ്റെപ്പും ശ്രദ്ധയോടെ വെക്കുമായിരുന്നു. ഇന്ന് ഞാൻ അങ്ങനെ ശ്രദ്ധയോടെ വെക്കുന്നില്ല. കാരണം എന്താ? എനിക്ക് എന്റെ മുതുകിലൂടെ, എന്റെ കാലിന്റെ ഉള്ളിലൂടെ ശരീരത്തെ മൊത്തം കെട്ടിക്കൊണ്ടുള്ള ഒരു സേഫ്റ്റി ഹാർനസ്, സേഫ്റ്റി ബെൽറ്റ്, ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാവരും മനസ്സിലാക്കുന്നില്ല എന്ന് കരുതിയാണ് സേഫ്റ്റി ഹാർനസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ സേഫ്റ്റി ബെൽറ്റ് എന്നുകൂടി പറയുന്നത്. സേഫ്റ്റി ഹാർനസ് ഞാനിന്ന് ധരിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് എന്റെ ഓരോ പാദങ്ങളും മുന്നോട്ട് വെക്കുമ്പോൾ ഞാൻ ഏകാഗ്രതയോടെ വെക്കുന്നില്ല. കാരണം സേഫ്റ്റി ഹാർനസ് എന്റെ മുതുകിലൂടെ ഒരു റിജിഡ് പോയിന്റിലേക്ക്, ഒരു ശക്തമായ പോയിന്റിലേക്ക്, ഉറപ്പുള്ളൊരു പോയിന്റിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. അതിന്റെ ഹുക്ക് ഇട്ടുവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണാൽ പോലും ഞാൻ 7ാം നിലയിൽ നിന്ന് ഒട്ടും താഴോട്ട് പോവില്ല, ഞാൻ തൂങ്ങിക്കിടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ മരിക്കുകയില്ല, എനിക്ക് പേടിയില്ല. അതുകൊണ്ട് ഞാൻ കാൽപാദങ്ങളിലേക്കുള്ള ശ്രദ്ധ വിട്ടുപോയി. അതുകൊണ്ട് ഞാനിന്ന് വീഴാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ സേഫ്റ്റി ഹാർനസ് വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ തലേ ദിവസം വരെ സേഫ്റ്റി ഹാർനസ് ഇല്ലാതെ നടക്കുകയും ചെയ്യുമായിരുന്നു, അപകടങ്ങളില്ലാതെ നടക്കുകയും ചെയ്യുമായിരുന്നു. അന്ന് ഏകാഗ്രതയോടുകൂടി നടക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഏകാഗ്രത നഷ്ടപ്പെട്ടു. ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് കടന്നു വന്നത്? സേഫ്റ്റി ഡബിൾ ആക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ, സുരക്ഷ ഇരട്ടിയാക്കുന്ന കാര്യം. അപ്പൊ അതിലൂടെ നമ്മൾ എങ്ങനെയാണ് ഇരട്ടിയാക്കുന്നത്? ഈ പറഞ്ഞ PPE ധരിക്കുകയും വേണം. PPE ധരിച്ചിട്ടില്ല എന്ന് കരുതി വർക്ക് ചെയ്യുകയും വേണം. അതായത് ബീമിന്റെ മുകളിലൂടെ നടക്കേണ്ടി വരുന്നൊരാവശ്യം വന്നു എന്ന് കരുതുക. ആ സമയത്ത് സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കേണ്ടതാണെങ്കിൽ സേഫ്റ്റി ഹാർനസ് തീർച്ചയായിട്ടും ഉപയോഗിക്കുകയും വേണം. ഞാൻ സേഫ്റ്റി ഹാർനസ് ഇട്ടിട്ടില്ല എന്ന ചിന്തയോടുകൂടി കാൽപാദങ്ങൾ വയ്ക്കുകയും വേണം. അപ്പോൾ സുരക്ഷ ഡബിളായി മാറുന്നു. ഇത് ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഓരോ PPE ധരിക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഈ PPE ധരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുകയും വേണം.
ആ PPE ധരിച്ച് നടക്കുകയും വേണം. സേഫ്റ്റി ഷൂ ഇടുമ്പോഴും അത് തന്നെ, ഞാൻ സേഫ്റ്റി ഷൂ ധരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുകയും വേണം, എന്നാൽ സേഫ്റ്റി ഷൂ ഇട്ട് നടക്കുകയും വേണം. അപ്പോൾ സുരക്ഷ ഇരട്ടിയാവുന്നു. ഞാൻ സേഫ്റ്റി ഗോഗൽസ് ധരിച്ചിട്ടില്ല എന്ന് കരുതുകയും വേണം, അല്ലെങ്കിൽ ഫേസ് ഷീൽഡ് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ സേഫ്റ്റി ഗോഗൽസ് മാത്രം പോരാ, ഫേസ് ഷീൽഡ് കൂടി വേണം. ഞാൻ ഗോഗൽസും വെച്ചിട്ടില്ല, ഫേസ് ഷീൽഡും വെച്ചിട്ടില്ല എന്ന ചിന്തയോടെ ഗ്രൈൻഡ് ചെയ്യണം, എന്നാൽ അത് വെച്ചിട്ടുണ്ടാവുകയും വേണം. അപ്പോൾ സുരക്ഷ ഇരട്ടിയാവുന്നു. ഞാനിത് പറയാൻ കാര്യം, ചില ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളിൽ അവർ ഗ്രൈൻഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അവർക്ക് ഒരു സുരക്ഷയുമില്ല, അവർക്ക് സേഫ്റ്റി ഗോഗൽസ് ഇല്ല, ഫേസ് ഷീൽഡ് ഇല്ല, ഒരു PPEയും ഇല്ല. എങ്കിലും അവർ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ ഒന്നും വന്ന് പെടാതിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്താണ്? ഒന്നുകിൽ അവർ കണ്ണ് പാതി അടച്ചിരിക്കും, അല്ലെങ്കിൽ ഗ്രൈൻഡറിന്റെ മെറ്റൽസ് ദൂരെ തെറിക്കുന്നത് അവരുടെ ശരീരത്തിലേക്കോ പ്രത്യേകിച്ച് കണ്ണിലോ തെറിക്കാതിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദിശയിലേക്ക് ചലിപ്പിക്കും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞു വരുന്നത്? PPE ധരിക്കുമ്പോൾ ഇപ്പൊ സേഫ്റ്റി ഗോഗൽസ് ആണ് ധരിച്ചിട്ടുള്ളതെങ്കിൽ സേഫ്റ്റി ഗോഗൽസ് ധരിക്കുകയും വേണം. ഞാൻ ധരിച്ചിട്ടില്ല എന്ന ചിന്തയോടെ ഗ്രൈൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രൈൻഡിങ് മെറ്റൽ വേറെ ദിശയിലേക്ക് ചിതറിച്ചു കളയുകയും ചെയ്യും. ചിലപ്പോ കണ്ണ് പകുതിയായി അടയ്ക്കുകയും ചെയ്തേക്കാം. അപ്പോ സുരക്ഷ ഇരട്ടിയാവുകയാണ്. കണ്ണ് പകുതി അടച്ചുകൊണ്ട് ഗ്രൈൻഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കരുത്, അത് തെറ്റാണ്, സുരക്ഷയ്ക്ക് വിരുദ്ധമാണ്. കണ്ണ് തുറന്നു തന്നെ ഇരിക്കണം. കണ്ണിൽ മെറ്റൽ പോവാതിരിക്കാനുള്ള ഒരേ ഒരു വഴി രണ്ട് വസ്തുക്കൾ ധരിക്കുക എന്നുള്ളതാണ്, സേഫ്റ്റി ഗോഗൽസും സേഫ്റ്റി ഫേസ് ഷീൽഡും. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ആകെ PPE കുറിച്ച് പറഞ്ഞപ്പോൾ സേഫ്റ്റി ഹെൽമെറ്റിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഡബിളാക്കുന്നതിനെ കുറിച്ച്, ഇരട്ടിയാക്കുന്നതിനെ കുറിച്ച് പറയാൻ ഇടവന്നപ്പോൾ കുറച്ച് സേഫ്റ്റി ഹാർനസിനെ കുറിച്ചും കുറച്ച് സേഫ്റ്റി ഗോഗൽസിനെ കുറിച്ചും പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു ക്ലാസ്സിൽ സേഫ്റ്റി ഗോഗൽസിനെ കുറിച്ചും ഇയർ പ്ലഗിനെ കുറിച്ചും കവറോളിനെ കുറിച്ചും അപ്രകാരമുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാം. സാധാരണ ഞാൻ പറയുന്നത് പോലെ സുരക്ഷയുള്ള ഒരു ദിവസമായിരിക്കട്ടെ എന്ന് തന്നെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.